നമസ്കാരം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മുടെ ശനിയാഴ്ച ദിവസങ്ങളിൽ എല്ലാ ശനിയാഴ്ചയും ഹിന്ദുക്കൾ അവരുടെ ദിവസമായി മാറ്റണം. നമ്മുടെ തട്ടകത്തിലുള്ള ക്ഷേത്രത്തിൽ എല്ലാവരും ഒത്തുകൂടുക. രാവിലെ ഒരു 7 മണി മുതൽ 8-9 മണി വരെ, സ്കൂളില്ലാത്ത ദിവസമൊക്കെ ആകുമ്പോൾ ചെറിയ സത്സംഗങ്ങളും നാമജപങ്ങളും, ഒരു പരിചയം വേണ്ട, എല്ലാ ആൾക്കാരും വരുന്ന ഭക്തജനങ്ങളെയൊക്കെ നമ്മുടെ ഹിന്ദു മതത്തിലെ കൂടപ്പറപ്പുകളാണെന്ന് വിചാരിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം ഹിന്ദുവിൻ്റെ ആവട്ടെ. അതിനെ മടിയും ജാതി സ്പിരിറ്റും രാഷ്ട്രീയ ചിന്താഗതിയും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒരു കുടക്കീഴിൽ വരിക. കാരണം അമ്പലം കമ്മിറ്റി അതിനു വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം, എല്ലാ ക്ഷേത്രങ്ങളും. കാരണം നമുക്ക് ഇഷ്ടംപോലെ അമ്പലത്തേക്ക് വരുമാനമുണ്ട് അല്ലേ? അതിങ്ങനെ അടുക്കി ആരുടെ അടിയന്തരത്തിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്? നമ്മുടെ പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വേണ്ടി അവരുടെ വിഷമങ്ങൾ, അവർക്ക് ചികിത്സാ സംബന്ധമായിട്ടോ ഭവന നിർമ്മാണമോ വിവാഹത്തിനോ വിദ്യാഭ്യാസത്തിനൊക്കെ ക്ഷേത്രത്തിലെ പണം ഇനി മുതൽ ക്ഷേത്ര കമ്മിറ്റിക്കാരാണ്. മനുഷ്യത്വം ലേശം ഉണ്ടായാൽ മതി, ഇത്തിരി മനുഷ്യത്വം ഉണ്ടായാൽ മതി. ആ ജാതിയും രാഷ്ട്രീയമൊക്കെ എടുത്ത് ദൂരേക്ക് എറിയുക. കാരണം ഓരോരുത്തർ കഷ്ടപ്പെട്ട് കൂലിപ്പണി എടുത്തു കൊണ്ടുവന്ന പൈസയാണ് അക്കൗണ്ടിൽ ഇങ്ങനെ വെറുതെ കിടക്കുന്നത്. അമ്പലം ഇങ്ങനെ മൂടി പിടിപ്പിക്കുക, പെയിൻ്റ് അടിക്കുക അല്ലേ? ക്ഷേത്ര കമ്മിറ്റിക്കാർ ഭക്തി ഒന്നുമില്ലാത്ത കുറേ ആളുകളുണ്ട്. ചിലർക്ക് മാത്രമേ ഉള്ളൂ ക്ഷേത്ര കമ്മിറ്റിയിൽ ഭക്തിയൊക്കെ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ കാശുണ്ടാക്കാനും ഭണ്ഡാരത്തിൽ എങ്ങനെ പൈസ ഓരോരുത്തരും 5 റുപ്യാണ് ഇടുന്നത് അതോ 500 റുപ്യാണോ ഇടുന്നത് നോക്കി നിൽക്കുന്ന ആളുകളുണ്ട്. ഞാൻ അതൊക്കെ പറയാൻ കാരണം, ഞാൻ പല അമ്പലങ്ങളിലെ ശാന്തിക്കാരനായിരുന്നു കേട്ടോ. 65 അമ്പലങ്ങളിൽ മുട്ടിശാന്തിക്ക് പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ ക്ഷേത്ര കമ്മിറ്റിക്കാരെ എനിക്കറിയാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദയവ് ചെയ്ത് നമ്മൾ ഒത്തുകൂടേണ്ട സമയം അതിക്രമിച്ചു. എല്ലാ ശനിയാഴ്ചകളിലും ക്ഷേത്രത്തിൽ ഒത്തുകൂടുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട പ്രസാദ വിതരണമോ ചായയും പലഹാരം ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കി കൊടുക്കേണ്ടത് ക്ഷേത്രം കമ്മിറ്റിയുടെ ചുമതലയാണ്. നമുക്ക് ഇനിയെങ്കിലും ഇത് പാലിച്ചില്ലെങ്കിൽ ഹിന്ദുക്കൾ എക്കാലവും വിഘടിച്ചുകൊണ്ടേ നിൽക്കും. അതിന് മാറ്റം വരുത്തണമെന്നാണ് ഭാരതീയ ഹിന്ദു ലീഗിൻ്റെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് നിങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്.